എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. നിങ്ങളും ഞങ്ങളുടെ കൂടെ വരണേ. അങ്ങനെ നമ്മൾ പുനലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ദേ നമ്മുടെ അമ്മയും മാളും പോകുന്നു. നമുക്കും പോയാലോ? എല്ലാ ദിവസത്തെയും അപേക്ഷിച്ച് പുനലൂർ ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. അത് കാരണം നമ്മൾ വണ്ടി ഒന്ന് സൈഡിലേക്ക് ഒതുക്കി നിർത്തി. അപ്പോഴും മാളൂസ് ഭയങ്കര കളിയിലാണ് കേട്ടോ. വണ്ടി അവിടെ ഒതുക്കി നിർത്തിയാൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ മനസ്സിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്ര പിന്നെയും തുടങ്ങി കേട്ടോ. കണ്ടോ, വണ്ടികൾ തന്നെ നിര കിടക്കുന്നു. ഒരു വഴി അടഞ്ഞാൽ അടുത്ത വഴി ഉണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്കും കിട്ടി ഒരു കുറുക്ക് വഴി. ഞങ്ങളതൊഴി പോവാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും നേരം സസ്പെൻസ് വെച്ചുകൊണ്ട് ഞങ്ങൾ ആ സ്ഥലത്തോട്ട് നടക്കുകയാണ് കേട്ടോ. ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ, നമ്മുടെ പുനലൂരിലെ ഫെസ്റ്റിവൽ വന്നില്ലേ, അതിനു വേണ്ടി തന്നെ. ഇതുവരെ വന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അച്ഛനെ കാത്ത് ഇവിടെ നിൽക്കുക. നിങ്ങൾക്ക് അച്ഛനെ കാണണോ? ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ദേ നിൽക്കുന്ന നമ്മുടെ അച്ഛൻ കണ്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ദേ അവിടെ കണ്ടോ 2-3 ആൾക്കാരെ. ഇവിടെ കുറേ സാധനങ്ങൾ വാങ്ങാനും എടുക്കാനൊക്കെ ഉണ്ട്. ദേ മാളൂസിൻ്റെ കളിപ്പാട്ടക്കട വന്നിട്ടുണ്ട് കേട്ടോ. മാളൂസിൻ്റെ നിങ്ങൾ കണ്ടോ? അവൾ അതിശയിച്ച് നോക്കുന്നു. എവിടെ പോയാലും ഞങ്ങൾ അത്തറ് കണ്ടാൽ വാങ്ങും കേട്ടോ. ദാ ഞങ്ങളിപ്പോഴും ഒരു അത്തറ് കടയിലാണ്. വരുന്ന വഴിയിൽ മാളൂസിന് ഒരു ഗ്ലാസ് വാങ്ങണമെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് നമ്മളെ മാളൂസിനെ? നല്ല രസമുണ്ടല്ലേ. കട പേടിച്ച് പന്തളത്തെത്തിയപ്പോൾ പന്തം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി കേട്ടോ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് വീട്ടിലേക്ക് വേണ്ടതോ മറ്റു സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, മിഠായികൾ തന്നെ പലതരം. അമ്മ പറയാ പണ്ടത്തെ മിഠായികൾ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ എന്ന്. ഇതാ ഇവിടെ കോഴിക്കോടൻ നല്ല ഹൽവകൾ ഇവിടെ തോന്നിയുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടോ? നല്ല തിരക്ക് കാരണം അച്ഛൻ മാളൂനെ എടുത്തുകൊണ്ടാണ് കേട്ടോ വരുന്നത്. ദേ ഓരോരുത്തർ വണ്ടികളൊക്കെ സെലക്ട് ചെയ്യുന്ന നമ്മുടെ അമ്മമാരുടെ സ്പെഷ്യൽ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. നടന്ന് ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. ദേ ഓരോരുത്തർ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ, അങ്ങനെ ഞാനും ഒരാളെ ഇംപ്രഷൻ മൂത്തെടുത്ത് കേട്ടോ. സത്യം പറയാലോ, ഇത് പിടിച്ചപ്പോൾ ഉണ്ടായ എൻ്റെ പേടി ഞാൻ നിങ്ങളെ എങ്ങനെ അറിയിക്കുമെന്ന് എനിക്കറിയില്ല. ദൈവമേ, ഞാൻ പേടിച്ചാണ് അവിടെ നിന്നത്. കണ്ടോ, അയാൾ തലയൊക്കെ ഇങ്ങനെ എൻ്റെ കയ്യിലോട്ട് ചാരി വെച്ചുകൊണ്ടിരിക്കുന്നത്. മാളൂസ് ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ഇയാളെ ചേച്ചിരെയൊക്കെ എടുത്തിട്ട് പോവാം. അങ്ങനെ മാളും അച്ഛനും മുന്നേ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് അവരോടൊപ്പം അങ്ങനെ നമ്മുടെ മാളൂസിൻ്റെ ആഗ്രഹം കാരണം നമ്മളൊരു ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളാണ് കേട്ടോ ട്രെയിൻ ഓടിക്കുന്നത്. കണ്ടോ, അങ്ങനെ നമ്മൾ ട്രെയിൻ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അച്ഛൻ നമുക്ക് ടാറ്റ തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ് ഞാനും മാളവും ചിന്തിച്ച് ഈ ട്രെയിൻ ഇന്നെങ്ങാനും നിർത്തണ്ടേന്ന്. അങ്ങനെ ട്രെയിനൊക്കെ നിർത്തി ഞങ്ങൾ ഇറങ്ങി വരികയാണ് കേട്ടോ. സത്യം പറയാലോ, ട്രെയിൻ ഓടിച്ച എൻ്റെ അവസ്ഥ. മാളു നല്ല എൻജോയ് ചെയ്ത് ഓടിച്ച്, പക്ഷെ ഞാൻ തളർന്ന് കേട്ടോ. നല്ല കട്ടറുള്ള റോഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം മുന്നേ പറഞ്ഞേക്കാം, ആരും കൊതി വിട്ടേക്കരുത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. ആരും ഓടല്ലേ കേട്ടോ. ദാ നമ്മുടെ മാളൂസിനെ കണ്ടോ ഇപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് കയറി പേടിച്ചിറങ്ങിയ ആൾക്കാരാണ്. പക്ഷേ ഇന്ന് എനിക്കെന്തോ ഇതിലൊന്ന് കയറണമെന്ന് നല്ല ആഗ്രഹം. പിന്നെ അവിടെ നിന്നപ്പോൾ ഞാനൊരു കാര്യം കണ്ട്. ദേ ഒരാളുടെ ബലൂൺ പറന്നു പോന്നു. അങ്ങനെ ഞാനും അച്ഛനും വള്ളത്തിൽ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി. ഞങ്ങളിതിനെ വള്ളം എന്നാണ് കേട്ടോ പറയുന്നത്. എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. നമ്മുടെ മാളൂസ് കാണിക്കുന്നുണ്ടോ? അവളെപ്പോഴും ഭയങ്കര കളിയിലാണ്. എന്നെ അച്ഛനെ നിങ്ങൾക്ക് കാണാവോ? ഞങ്ങളങ്ങനെ ആദ്യം കയറുന്നപ്പോൾ അത്ര ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ ഇവിടെ കളിയുടെ ഗതി മാറാൻ തുടങ്ങി. പേടിച്ച് ഞാൻ വിചാരിച്ച് ഞാൻ പറന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമെന്ന്. ഉണ്ടോ ഒരുമാതിരി വല്ലാത്തൊരാട്ടം. എൻ്റെ ദൈവമേ, അതിൻ്റെ അങ്ങ് അറ്റമാണെങ്കിൽ കയറി ഇരുന്നായിരുന്നെങ്കിൽ. ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയും ഇനി നമുക്ക് ഇരിക്കുവാണെങ്കിൽ അങ്ങ് അറ്റം ഇരിക്കണം. ദേ നമ്മുടെ മാളൂസ് നമുക്ക് ടാറ്റയൊക്കെ തന്നുകൊണ്ടിരിക്കുക. അവൾക്ക് ചിരി വരുന്നത് ഞാൻ പേടിച്ച് വരുന്നത് കണ്ടിട്ട്. സത്യം പറയാലോ, കൊള്ളായിരുന്നു. എന്നാലും ഞാൻ പേടിച്ച്. കൊച്ചു കുട്ടികൾക്ക് വെക്കേഷൻ ടൈം ആസ്വദിക്കാനായ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ജൈൻ്റ് വീല്, ഇങ്ങനെ കുറേ കളിപ്പാട്ടങ്ങൾ. ദേ അതിൻ്റെ ഇടയ്ക്കാണ് നിർബന്ധം പിടിക്കുന്നത്. മാളൂസ് എല്ലാ പ്രാവശ്യവും വന്നാൽ ഇതിൽ കയറാതെ പോത്തില്ല കേട്ടോ. ദേ നമ്മുടെ മാളൂസിനെ നിങ്ങൾ കണ്ടോ? ദേ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. എന്തി ആളെ കാണുന്നില്ലല്ലോ. മാളു നീ എവിടെ? അതെ അങ്ങ് അച്ഛൻ നമ്മുടെ മാളൂസിതാ നിരങ്ങി ഇറങ്ങി വരുന്നത് കണ്ടോ. അവൾ എന്നിവിടെ വന്നാലും ഇതിൽ കയറാതെ പോവില്ല. അവൾക്കിതാണ് ഇഷ്ടം. പിന്നെ അവൾക്കത് ഇഷ്ടമെങ്കിൽ നമുക്കും അതുപോലെ. അവളിങ്ങനെ കിടന്ന് കളിക്കുന്ന കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. അതെ
ഇവിടെ കുറേ കുട്ടികളാ. അയ്യോ എൻ്റെ ദൈവമേ, ഭയങ്കര ഓട്ടവും ചാട്ടവും. ഇതേപോലെ കിടന്ന് കളിക്കാമല്ലോ, കിട്ടിയ അവസരമല്ലേ. നിരവധി ലൈറ്റുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുക കേട്ടോ അവിടെ എല്ലാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മാളൂസ് അങ്ങനെ കളിച്ച് ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. മാളൂസിന് പിന്നൊരാഗ്രഹം ഈ ഡ്രാഗൻ്റെ ട്രെയിനിൽ കയറണമെന്ന്. ചെയ്യാനാന്നേ എവിടെ പോയാലും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് ആരാന്നല്ലേ, വിശപ്പ് നമ്മളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ന്യൂഡിൽസ് വായിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അമ്മയും മാളും അച്ഛനൊക്കെ കഴിച്ചു. എൻ്റെ വായിലുണ്ട് കേട്ടോ. ഇവിടെയും നല്ല തിരക്കുണ്ട് കേട്ടോ. നിരവധി കപ്പലിൻ്റെകളൊക്കെ വിൽക്കുന്ന നിങ്ങൾക്ക് കാണാവോ. മാളൂസ് നല്ല ക്ഷീണിച്ച് കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ വരുമ്പം കയറാറുള്ളൊരു സാധനമാണ് കേട്ടോ നമ്മുടെ ആകാശത്തൊട്ടിൽ, അതായത് ജൈൻ്റ് വീല്. അപ്പോൾ അമ്മയും മാളും ഇതിൽ കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനും അച്ഛനും പറഞ്ഞു നമ്മളെന്നാ കയറാൻ പോവാന്ന്. ഞങ്ങളെ കാണാമോ നിങ്ങൾക്ക്? ഞങ്ങളെ ഈ ഹായ് തരുന്നേ. ഞങ്ങൾ ജൈൻ്റ് വീലിൽ കയറിയിട്ടുണ്ട്. ഞങ്ങളെ കാണാമോ നിങ്ങൾക്ക്? ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്നത് നോക്കി മാളൂസ് ഇങ്ങനെ നോക്കിയിരിക്കുക. നമ്മളെ കണ്ട മാളൂസിന് ഭയങ്കര സന്തോഷമാണേ. അങ്ങനെ കറക്കം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്കത്തിൻ്റെ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് മാളൂസും ടാറ്റയുടെ സ്പീഡും കൂട്ടി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊള്ളാൻ സംഭവം കുഴപ്പമില്ല. മാളൂസിൻ്റെ ഇഷ്ടപ്പെട്ട ഡ്രാഗൺ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 2-3 കറക്കം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അവസാനം മാളൂസിന് ബലൂൺ വേണം. അങ്ങനെ നമ്മൾ ബലൂണൊക്കെ വാങ്ങാൻ പോയി. ബലൂണെല്ലാം വാങ്ങി. കണ്ടോ ഡോൾഫിൻ. എന്നാൽ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ. സപ്പോർട്ട് ചെയ്യണേ.